വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ അപ്പുണ്ണി സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവനുള്ള സ്നാക്സ് എല്ലാം ഇവിടെ സെറ്റ് ആക്കുകയാണ്. ഒരു മധുരമുള്ള ടൈപ്പ് മിക്സ്ചറും പിന്നെ ഒരു കേക്കും കൂടെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഒരു സ്പൂണും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവനിന്ന് സ്പൂൺ വേണമെന്ന് നിർബന്ധം. അങ്ങനെ ദേ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ദേ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. എവിടെ പോകാനാണെന്ന് അറിയാമോ? ഞങ്ങൾ മുത്തമ്മൻ്റെ അവിടെ പോകാണ് കേട്ടോ. അങ്ങനെ ദേ ചെറിയ മഴയൊക്കെ ഇങ്ങനെ ചാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു നനവാണ് റോഡിലൊക്കെ കാണുന്നത്. അങ്ങനെ ചെറിയ രീതിയിൽ വെയിൽ കണ്ടപ്പോൾ ഞങ്ങൾ ഓടിച്ചാടി ഇറങ്ങി കേട്ടോ. ഒരു മഴ പെയ്തു പോയി, വെയിലെല്ലാം ചെറുതായിട്ട് വന്നു. എന്നാലും ഇതേ മഴക്കാർ മൂടിയും കൊണ്ടിരിക്കുകയാണ്. അടുത്ത മഴയ്ക്ക് മുന്നേ നമ്മൾ മുത്തമ്മൻ്റെ വീട് എത്തണം, അല്ലെങ്കിൽ പണി പാളും ഗൈസ്. പിന്നെ ദേ കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിലെല്ലാം എത്തിയിട്ടുണ്ട്. അവിടെ ദേ പഠിത്തമെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോഡൊക്കെ ശൂന്യമായി കിടക്കുന്നുണ്ട്. ഇനി വൈകുന്നേരം ആകും ഇവിടെ കുട്ടികളൊക്കെ വരണം കിട്ടും. എല്ലാവരും സ്കൂൾ വിടുന്ന ടൈമിലായിരിക്കും ഇവിടെ ജഗപുകയായിട്ട് കുഞ്ഞുങ്ങളും ബസ്സുകളും അതുപോലെ തന്നെ കാറുകളും ബൈക്കുകളും ഒക്കെ വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി. ഓട്ടോയിൽ കയറി ഞങ്ങൾ ദേ അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ. നടന്നു പോകുന്ന ഒരു ദൂരേ ഉള്ളൂ. എന്നാലും ഓട്ടോ കിട്ടിയത് കൊണ്ട് തന്നെ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ കുഞ്ഞിന് ഭയങ്കര മടി നടക്കാൻ വേണ്ടിയിട്ട്. ഓട്ടോ കയറി ഇറങ്ങിയപ്പോൾ അവൻ പറയും ഓട്ടോ തന്നെ ഇനിയും പോകണം, നീ എന്താ ചെയ്യുക. പിന്നെ അവസാനം അമ്മ അവനെ എടുത്തു ഗൈസ്. നമ്മളിന്ന് മുത്തമ്മൻ്റെ അവിടെ നിൽക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പണി സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് നേരെ അവിടെ മുത്തമ്മൻ്റെ അവിടെ ഇറങ്ങും. അവിടെ സിദ്ധും പാറും എന്തായാലും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവനിന്ന് അവിടെ ഇറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട് എത്തിയിട്ടുണ്ട്. മുത്തമ്മയൊക്കെ മുന്നിലിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുന്നാര നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുന്നാരനെ കണ്ടപാടും കുഞ്ഞുണ്ണി എന്താ പറയുക ഒച്ചയും ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ഗുസ്തിയാണ് അവളെ കൂടെ. കുഞ്ഞിനെടുക്കാൻ വേണ്ടിയിട്ട് പണി വന്നിട്ടും പുന്നാരെ നോക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല ഗൈസ്. അവൻ ഓട്ടോയിൽ കയറാത്തതിൻ്റെ ആ ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ പിന്നെ അവൾ എന്തൊക്കെയോ കാട്ടി അവനെ എടുത്തു. ഞാൻ പിന്നെ അകത്തോട്ട് കയറി വന്ന് വോൾഗേച്ചിൽ നിന്നൊക്കെ വിളിച്ചങ്ങ് ഉള്ളിൽ കയറി വന്നു. കുട വെറുതെ എടുത്തു. മഴയുണ്ടായിരുന്നു, ചെറിയ ചാറലുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഓട്ടോ വിളിച്ചങ്ങ് ഓടിയെത്തി. പിന്നെ ഇതേ കുഞ്ഞിനൊരു മിഠായി എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവനത് കഴിച്ചിട്ട് എൻ്റെ മേത്ത് കയറി കളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ അമ്മ ദേ വന്ന പാട് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള മെയിൻ പണി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. മാങ്ങ പൊട്ടിക്കുക, ഉപ്പിടുക, മുളകിടുക, അങ്ങ് കഴിക്കുക. ഇതന്നെയാണ് പരിപാടി കേട്ടോ. നല്ലോണം മാങ്ങ ഉണ്ട് മൂത്തമ്മൻ്റെ അവിടെ. ഈ മാങ്ങയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വേണം. അപ്പോൾ ചെനച്ച മാങ്ങയാണ്. ഉച്ചയ്ക്ക് ഇവിടെ മീനെല്ലാം വറക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, പിന്നെ ഞങ്ങൾ മാങ്ങയെല്ലാം എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. ഇതേ കണ്ടില്ല, ഇതിൽ ഉപ്പും മുളകും അതുപോലെ കുറച്ച് സുറുക്കൊക്കെ ഇട്ടിട്ട് എല്ലാവരും കഴിച്ചു. അപ്പോൾ ഇത് എൻ്റെ വീഡിയോയിൽ നിന്ന് എല്ലാവരും ഒളിച്ചോടുകയാണ് കേട്ടോ. അപ്പോൾ ഓടുന്നിടത്ത് തന്നെ എൻ്റെ ക്യാമറ, അവളപ്പോൾ അത് പറഞ്ഞുകൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ദേ ഇവിടെ തക്കാളി അരിയാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തക്കാളി അരിയുന്നുണ്ട് വോൾഗേച്ചി. അപ്പോൾ പപ്പടം ഉണ്ട് കുറച്ച്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പപ്പടക്കറി ഉണ്ടാക്കാമെന്നുണ്ട്. അപ്പോൾ ഞാനാണ് കുക്ക് ചെയ്യുന്നത്. ഉള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞു കുറച്ച് പച്ചമുളകും കൂടെ ഇട്ടിട്ട് അതിലേക്ക് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഉപ്പ് വേണോ, മഞ്ഞൾ വേണോ, മുളക് വേണോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു ദേ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി വഴണ്ടി വരുന്ന സമയം കൊണ്ട് തന്നെ നാത്തൂന് പപ്പടം എല്ലാം കാച്ചി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടവും അതുപോലെ തക്കാളി എല്ലാം വഴട്ടിയിട്ട് നമുക്ക് പപ്പടമൊക്കെ ഇട്ട് മിക്സ് ചെയ്തൊരു കറിയാണ് കേട്ടോ. ഒരു തട്ടിക്കെട്ട് കറി. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു കുറച്ച് ചിക്കൻ മസാല അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് നന്നായിട്ട് വഴട്ടി അതിന് ശേഷം തക്കാളിയും കൂടെ ഇട്ട് വഴട്ടിയതിന് ശേഷം ഈ പപ്പടം പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. സിമ്പിളായിട്ടുള്ളൊരു കറി കേട്ടോ. പിന്നെ ഞങ്ങൾ നല്ലോണം എരിവിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കുറച്ച് എരിവുള്ള കറി വേണം വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് എരിവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ എരിഞ്ഞെല്ലാവരും ഒരു വഴിയാവും. അങ്ങനെ കറിയെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ദേ ചോറുണ്ണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ദേ ഒരു കഷ്ണം മീനും കുറച്ച് മമ്പയറിയും പിന്നെ ദേ നമ്മുടെ പപ്പടക്കറിയും അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ചു. അതിനുശേഷം കുറേ നേരം വർത്താനെല്ലാം പറഞ്ഞു. പിന്നെ ദേ വൈകുന്നേരം ആയപ്പോൾ തന്നെ ചായയും മിക്സറും കൂടെ കഴിച്ചു. നമ്മുടെ അപ്പണിക്ക് സ്നാക്സ് ആയിട്ട് ഇന്ന് കൊടുത്തു വിട്ട മിക്സർ തന്നെയായിരുന്നു കേട്ടോ ഇവിടെ ഇന്ന്. അപ്പോൾ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ദേ വോൾഗേച്ചി ഇവിടെ പാല് കാച്ചുന്നുണ്ട് കേട്ടോ. മക്കൾക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പാല് കാച്ചുന്നുണ്ട്. ഇവിടെ ദേ ചോറെല്ലാം അരിയെല്ലാം ഇട്ടിട്ട് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. പിന്നെ രാത്രിത്തേക്കുള്ള പരിപാടിയിലാണ് മൂത്തമ്മ കേട്ടോ. അതെ, സാമ്പാറാണ് ഇന്ന് വെക്കാൻ വേണ്ടി പോകുന്നത്. സാമ്പാറും ഉണ്ട്, പിന്നെ ഉണക്കലും കേട്ടോ. അതാണ് ഞങ്ങൾ ഇന്ന് രാത്രി സെറ്റാക്കുന്നത്. അങ്ങനെ മൂത്തമ്മ സാമ്പാറെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അവിടെ ചോറിനുള്ള അരിയെല്ലാം ഇട്ട് ഇനി ചോറെല്ലാം സെറ്റായി. പിന്നെ അപ്പോഴത്തേക്ക് ദേ വൈകുന്നേരം ആയപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാലെല്ലാം കൊടുത്തിട്ട് ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ സിദ്ധു അപ്പുണ്ണിയും കൂടി ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ. അവർക്ക് കുറേ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടാളും ഇരുന്നിട്ട് എഴുതുകയാണ്. അങ്ങനെ അപ്പുറം റൂമിലാണെങ്കിൽ പാറും കുഞ്ഞും കൂടെ ഇരിക്കുന്നുണ്ട്. പാറുവിനെ ഇടങ്ങേറാക്കിയും കൊണ്ട് കുഞ്ഞു അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അവളധികം ഇവളെ കൂടെ ആയിരിക്കും ഉണ്ടാവുക. അവനധികം ഇവളെ കൂടെ ആയിരിക്കും ഉണ്ടാവുക. പാറുവിൻ്റെ കൂടെ ആയിരിക്കും കുഞ്ഞുണ്ടാവുക കേട്ടോ. കാരണം അവൻ്റെ കളിക്കെല്ലാം അവളെയാണ് കിട്ടുക. പിന്നെ അതേ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് നമ്മൾ എടുത്തിട്ട്. രാവിലെ നമുക്ക് ഉപ്പുമാവും ചായയായിരുന്നു കേട്ടോ രാവിലെ തന്നെ. പിന്നെ ഞാൻ വ്ളോഗൊന്നും തലേ ദിവസത്തെ എടുത്തില്ല. പിന്നെ അതേ ഉച്ചത്തേക്കുള്ള കറിക്കുള്ളതെല്ലാം സെറ്റാക്കുന്നത് നമുക്ക് ചിക്കൻ കറിയാണ്. സുഭാഷായിട്ട് വരുമ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിക്കനും നല്ല കപ്പയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ദേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇവിടെ ഇടിച്ച് ചതച്ചൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. തലേ ദിവസത്തെ വ്ളോഗിന് ഒട്ടും ലെങ്ത് ഉണ്ടായില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസത്തെയും കൂടെ കൂട്ടിയിട്ട് വീഡിയോ ആക്കി ഇടുന്നത്. അങ്ങനെ ചിക്കനെല്ലാം ഇവിടെ വോൾഗേച്ച് നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മൂത്തമ്മയാണെങ്കിൽ കപ്പ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് നല്ല കപ്പയും ചിക്കൻ കറിയും ചോറും പിന്നെ സാമ്പാറും ഉണ്ട്. ഇന്നലത്തെ സാമ്പാറും ഇരിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുതേ കളിയൊക്കെയാണ്, മുകളിൽ കയറി കളിയൊക്കെയാണ്. കുഞ്ഞിന് പൊതുവേ ഇവിടെ വന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഉണ്ടാവും. അതുപോലെ അവന് മുറ്റത്തിറങ്ങി കളിക്കാൻ, പിന്നെ മുകളിൽ കയറി കളിക്കാൻ, അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതേ മാങ്ങ
ചോറുതീറ്റ തുടങ്ങിയിട്ടുണ്ട് പിറ്റേ ദിവസം. അങ്ങനെ മാങ്ങയെല്ലാം തിന്ന് അവിടെ ഇരുന്നു. ഇവിടെ അപ്പോഴത്തേക്കും ചിക്കൻ കറിയൊക്കെ അമ്മ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് കുറവുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചിക്കൻ കറി നല്ലോണം വരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. വരട്ടിയിട്ടല്ല, കുറച്ച് ചാറോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. വേറെ ഒന്നും കൂടെ നമുക്ക് കപ്പ കഴിക്കണമെങ്കിൽ കുറച്ച് ചാറ് വേണമല്ലോ. പിന്നെ ദേ പതിവ് പരിപാടി തന്നെ പിന്നെ മാങ്ങയും ഉപ്പും മുളകും സുറുക്കയൊക്കെ ഒഴിച്ചിട്ട് ദേ നല്ലോണം മിക്സ് ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു പാത്രം കാലിയാവാനായപ്പോൾ അടുത്ത പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതാ എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പം ഞാനും ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതൊക്കെ കഴിച്ചിട്ട് വേണമെന്ന് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തെ ചോറ് തീറ്റെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട്. ആ വീഡിയോയും കൂടെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക കുളിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾക്കൊക്കെ കുളിക്കണം, വൈകുന്നേരം ആകുമ്പോൾ കുളിക്കാമെന്ന് വിചാരിച്ചാൽ ചൂടുവെള്ളം വെച്ചിട്ട് കുളിക്കണം. പിന്നെന്താണ്, അപ്പോൾ വീഡിയോ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റത്തിറങ്ങി എടുക്കുമ്പോൾ ചളിയൊക്കെ ഉണ്ട്. പിന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിച്ച് മഴ കൊള്ളുന്നതിനെക്കാട്ടി നല്ലത് കുളിക്കുന്നതിന് മുമ്പ് വീഡിയോയിലെടുത്ത് സെറ്റ് ആവാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുന്നത്, പിന്നെ ചോറുണ്ട് കേട്ടോ. മാങ്ങ തിന്നതിന് ശേഷം ചോറുണ്ടോ നല്ല അടിപൊളി കറിയായിരുന്നു. അതുപോലെ തന്നെ കപ്പയും പിന്നെ എന്താ പറയുന്നത് ചോറും ചിക്കൻ കറിയും പിന്നെ സാമ്പാർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് അച്ചാറും കൂടെ ഇട്ടിട്ട് നല്ലോണം കഴിച്ചു കേട്ടോ. അങ്ങനെ ചോറ് തീറ്റ എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ വെറുതെ മുറ്റത്തോട്ട് പോയിരിക്കുകയാണ് കേട്ടോ. മുറ്റത്തേക്ക് പോയി പിന്നെ കുറച്ചുകൂടെ മുറ്റത്തിരുന്ന് അതിന് ശേഷം മേലെ പോയി ഡ്രസ്സെല്ലാം മാറ്റി വീഡിയോസ് എല്ലാം എടുത്തു. അതിനുശേഷം ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ മഴ പെയ്തിട്ടോ, ഞങ്ങളെ ചതിച്ചു. പിന്നെ മഴയത്തൊക്കെ ആയിരുന്നു വീഡിയോ. പറഞ്ഞ പോലെ തന്നെ പണി പാളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുളിച്ചിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒക്കെ എന്താ പറയുക നനഞ്ഞ് പിണ്ടിയായേനെ. അപ്പോൾ എന്തായാലും കുളിക്കുന്നതിന് മുമ്പ് വീഡിയോ എല്ലാം എടുത്തു. നനഞ്ഞിട്ടാണെങ്കിലും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടോ. അപ്പോൾ കണ്ട മേക്കപ്പ് ചെയ്തിരിക്കുകയാണ് ഞാൻ. അപ്പോൾ എന്ത് വീഡിയോ ആണ് നാളത്തെ വ്ളോഗിൽ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെന്താണ്, ഇനി ദേ നേരെ പോയി കുളിക്കാൻ വേണ്ടി പോവാണ്. മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല മടിയുണ്ട് ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതെ വരല്ലോ കൂട്ടർക്ക്. ടാറ്റ ബൈ ബൈ, സീ യു.